ആ സമയത്ത് തന്നെ ഞാനൊരു അത്ഭുത പ്രവർത്തകനായിരുന്നു, ഒരു രോഗശാന്തി വിദഗ്ധനായിരുന്നു. തികച്ചും വളരെ ആക്യുറേറ്റ് ആയ, ഇന്നത്തെ നമ്മൾ കാണുന്നത് പോലെയല്ല, തീയതിയും സമയവും പറഞ്ഞ് പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. അത്ര ആക്യുറേറ്റ് ആയിരുന്നു. ഞാൻ ഇതെല്ലാം ചെയ്തിരുന്നത്, ഞാൻ വിശ്വസിച്ചിരുന്നതും മറ്റുള്ളവരോട് പറഞ്ഞിരുന്നതും, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തിയാലാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നതും ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതും. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. സ്തോത്രം. നിങ്ങൾ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പൊന്നു തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്ന പ്രഭാതത്തിൽ, ഇത് തുടർച്ചയായിട്ട് 8ാമത്തെ ബൈബിൾ ക്ലാസ്സിലാണ് പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായിട്ട് പരിശുദ്ധാത്മാവിൽ സ്നാനം, അതിന്റെ അടയാളങ്ങൾ എന്നുള്ള വിഷയങ്ങളിൽ പഠിച്ചു വരികയായിരുന്നു. അത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതുകൊണ്ട് ഞാൻ മുമ്പ് ഒരിക്കൽ തിങ്കളാഴ്ച ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്റെ സാക്ഷ്യം കുറച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സാക്ഷ്യം വളരെ നീണ്ട ഒരു സാക്ഷ്യമാണ്. ഏകദേശം 5-6 മണിക്കൂറോളം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സാക്ഷ്യങ്ങളുണ്ട്. വളരെ ദീർഘമുള്ള വീഡിയോകളാണ്. ആൻസൺ മാരാമൺ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3-4 വീഡിയോകൾ എന്റെ സാക്ഷ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം പോലെ കേൾക്കാം. അതിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് പറഞ്ഞിരിക്കുന്നത് ആരോമ ടിവിയിലാണ്. അത് ലേറ്റസ്റ്റ് ആണ്. അത് കുറച്ച് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമയം ലഭിക്കുന്നത് പോലെ ആ സാക്ഷ്യങ്ങൾ കേൾക്കുക. നിങ്ങളെ അത് വളരെ ബലപ്പെടുത്തും. ക്രിസ്തുവിൽ നിങ്ങളെ ഉറപ്പിക്കും, എനിക്ക് തീർച്ചയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ വളരെ ചെറിയ ചില ഏടുകൾ മാത്രമാണ്, ചില സംഭവങ്ങൾ മാത്രമാണ്. അത് ഈ പരിശുദ്ധാത്മ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടതാകിയാൽ എന്റെ രക്ഷിക്കപ്പെട്ടതിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ചില സാക്ഷ്യങ്ങളാണ്. പലർക്കും അറിയില്ല, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരു ഉറച്ച തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായിരുന്നു. 30 വർഷത്തോളം മദ്ബഹയിൽ ശുശ്രൂഷിച്ച, പ്രധാന ശുശ്രൂഷകനായി ശുശ്രൂഷിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ തന്നെ ഞാനൊരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് മെഡിക്കൽ ലൈനിലേക്ക് തിരിഞ്ഞ് മരുന്നില്ലാതെയുമുള്ള ചികിത്സകൾ ചെയ്യുന്ന ഒരു ക്ലിനിക്കുള്ള കുമ്പനാട്ട് ജംഗ്ഷനിൽ, ആ മൂന്നുംകുടുന്ന ജംഗ്ഷനിൽ ചെങ്ങന്നൂർ നിന്ന് കുമ്പനാട്ടേക്ക് കയറി വരുന്ന റോഡിന്റെ നേരെ എതിർവശത്ത് 1ാമത്തെ നിലയിൽ ഇപ്പോഴത്തെ മഹിളാ സെന്ററിന്റെ മുകളിലായിരുന്നു എന്റെ ക്ലിനിക്ക്. ഏകദേശം 8 വർഷങ്ങളോളം അവിടെ ക്ലിനിക്ക് നടത്തി. ആ സമയത്ത് തന്നെ ഞാനൊരു അത്ഭുത പ്രവർത്തകനായിരുന്നു, ഒരു രോഗശാന്തി വിദഗ്ധനായിരുന്നു. തികച്ചും വളരെ ആക്യുറേറ്റ് ആയ, ഇന്നത്തെ നമ്മൾ കാണുന്നത് പോലെയല്ല, തീയതിയും സമയവും പറഞ്ഞ് പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. അത്ര ആക്യുറേറ്റ് ആയിരുന്നു. ഞാൻ ഇതെല്ലാം ചെയ്തിരുന്നത്, ഞാൻ വിശ്വസിച്ചിരുന്നതും മറ്റുള്ളവരോട് പറഞ്ഞിരുന്നതും, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തിയാലാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നതും ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ ധാരാളം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും വിശ്വാസികളും എന്റെ ക്ലയൻസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കൃത്യമായിട്ട് പ്രവചിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ എന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞാൻ അത്ഭുത പ്രവർത്തികൾ ചെയ്തിരുന്നത് കൊണ്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യുമായിരുന്നു. കള്ളന്മാരുടെ പടം വരച്ചു കൊടുക്കുമായിരുന്നു. ആ മോഷണം പോയ മുതൽ തിരിച്ചു കിട്ടുമായിരുന്നു. സാമൂഹിക ഉന്നതമായ നിലവാരത്തിൽ
ജീവിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു ആൻസൺ എന്ന് പറയുന്ന, അന്ന് ഡോക്ടർ ആൻസൺ എന്ന് അറിയപ്പെട്ടിരുന്നു ഞാൻ. അതുകൊണ്ട് എന്റെ വീടിന്റെ മുമ്പിൽ അന്ന് പണിത വീടാണ് ഡോക്ടർ ആൻസൺ എന്ന് നിങ്ങൾക്ക് എന്റെ വീടിന്റെ മുമ്പിൽ ബോർഡ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ജീവിച്ചു വരവെയാണ് വിശുദ്ധ വചനത്തിൽ ഉറയ്ക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അന്നത്തെ ഞങ്ങളുടെ ഇടവകയില് പ്രെയർ മീറ്റിങ്ങുകളുടെയും പ്രസിഡന്റ് ആയിരുന്നു, പ്രെയർ സെല്ലിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം 2007 ഫെബ്രുവരി മാസം 18-ാം തീയതി എനിക്ക് 40 വയസ്സ് തികയുകയാണ്. എന്റെ ബർത്ത്ഡേ 19 ആണ്, അന്ന് 18 ആണ്, ഞായറാഴ്ച. പള്ളിയില് ഒരു സംയുക്ത പ്രാർത്ഥനാ യോഗം ക്രമീകരിച്ചു. അപ്പോൾ അതിന്റെ അധ്യക്ഷനായിരിക്കേണ്ടത് പ്രസിഡന്റ് ആയിരിക്കുന്ന ഞാനാണ്. അന്ന് വികാരിയച്ഛന് വരുവാൻ സാധിച്ചില്ല. അപ്പോൾ ആ മീറ്റിംഗിൽ വെച്ച് ഞാൻ അന്ന് നല്ലതുപോലെ പ്രസംഗിക്കുമായിരുന്നു. വിവിധ ഭാഷ എന്ന് വെച്ചാൽ സംസ്കൃതം, അറബി സൂക്തങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് പ്രസംഗിക്കും. അതുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർക്ക് വലിയ ഇഷ്ടമായിരുന്നു. മാത്രമല്ല എന്റെ പ്രസംഗത്തിൽ അധിക സമയം ഞാൻ പെന്തക്കോസ്ത് വിശ്വാസികളെയും പാസ്റ്റർമാരെയും കളിയാക്കി പരിഹസിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേൾവിക്കാർ ധാരാളമായിരുന്നു. പലരും പറയുമായിരുന്നു, മക്കളോട് പറയുമായിരുന്നു, നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അൻസനെ കണ്ടുപഠിക്കുക എന്ന് പള്ളിയിലൊക്കെ പറയുമായിരുന്നു. ഞാൻ അന്ന് ആ പള്ളിക്കാരുടെ ഹോമനപുത്രനായിരുന്നു. അപ്പോൾ അന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ നമ്മള് കത്തോലിക്ക സഭയിൽ ഇന്നാണ് വേദപുസ്തകം വായിക്കുക ചെയ്യുന്നത്. കത്തോലിക്ക സഭയിൽ പണ്ട് വേദപുസ്തകം വായിക്കുന്ന കാര്യമില്ല. നമ്മള് തക്സ എന്ന് വെച്ചാൽ കുർബാന ക്രമത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ, നമസ്കാര ക്രമത്തിലുള്ള എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തക ഭാഗങ്ങൾ മാത്രമേ അത് വായിച്ചു വിടത്തേ ഉള്ളൂ, ചൊല്ലിവിടത്തേ ഉള്ളൂ. അപ്പോൾ പ്രസംഗത്തിൽ എന്ത് ചെയ്യും, ഒരു ക്രൈസ്തവ മീറ്റിംഗ് ആയതുകൊണ്ട് ഒരു വേദപുസ്തക വാക്യം വായിക്കണം. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് വേദപുസ്തകം തുറന്ന് അപ്പോൾ കാണുന്ന ഒരു വാക്യം അങ്ങ് വായിച്ച് പിന്നെ പ്രസംഗിക്കുക. ഈ പ്രസംഗത്തിന് ഈ ബൈബിളിൽ നിന്ന് വായിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ അന്ന് വേദപുസ്തകം കൈകൊണ്ട് തുറന്ന് കൈവച്ച് നോക്കിയത്, മുകളിൽ ആകാശത്തിലാകട്ടെ താഴെ ഭൂമിയിലോ വെള്ളത്തിലോ ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത് എന്നുള്ള വാക്യം പുറപ്പാട് പുസ്തകത്തിൽ. ഞാനത് വായിക്കുകയും ഞാൻ ആദ്യമായിട്ട് അത് കാണുന്ന, കാരണം കത്തോലിക്ക സഭയിലെ 10 കൽപ്പനകളിൽ ആ ഒരു കൽപ്പന ഇല്ല, അതവര് വെട്ടിമാറ്റിയിരിക്കുകയാണ്. അതിന് പകരം വേറൊരു കൽപ്പനയാണ് അവര് അവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും വായിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ടെന്ന് ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൈവച്ചു വായിച്ചു തന്നെ അത്ഭുതപ്പെടുത്തി. അത് വേറൊരു പുസ്തകമായിരുന്നു, ആവർത്തന പുസ്തകം. കൈവച്ചത് അതേ വാക്യം, മുകളിൽ ആകാശത്തിലാകട്ടെ താഴെ ഭൂമിയിലാകട്ടെ ജലത്തിലാകട്ടെ യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പക്ഷെ അപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ഭയങ്കര പ്രചോദനം വരികയാണ്, ഇത് ഉറക്കെ വായിച്ച് പ്രസംഗിക്കുവാൻ. അപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ വിഷയങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇത് ഉറക്കെ വായിച്ചു. എന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്, ഈ കാരണം പള്ളിയിൽ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. അന്ന് രാവിലെയും ഞാൻ ആ പ്രതിമയ്ക്ക് ഫോട്ടോയ്ക്കും ഒക്കെ ധൂപം അർപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇതെല്ലാം തിരുവചനത്തിനെതിരാണ്. അപ്പോഴേക്കും പ്രായമുള്ള അപ്പച്ചന്മാർ ചാടി എഴുന്നേറ്റ്, നിന്നിൽ പിശാചി കളഞ്ഞിരിക്കുന്നു, ഇരിക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തി. അതിലൊരു അപ്പച്ചൻ ആശീർവാദം പറഞ്ഞ് എല്ലാരും ചായ സൽക്കാരം കഴിഞ്ഞ് സ്ഥലം വിട്ടു. പക്ഷെ എനിക്ക് പള്ളി വിട്ട് പോകുവാൻ സാധിച്ചില്ല. എന്റെ ഉള്ളിൽ വലിയൊരു ചോദ്യം, വളരെ ബാല്യം മുതലേ പഠിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം പരിശുദ്ധാത്മാവാൽ രചിതമാണെന്നാണ്. അവൾ പരിശുദ്ധാത്മാവ് എഴുതിയതാണ് ഞാൻ വായിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പച്ചന്മാർ പറഞ്ഞത് എന്നെ അത് വായിപ്പിച്ചത് പിശാചാണെന്ന്? അതുകൊണ്ട് അന്നാണ് ഞാൻ തീരുമാനമെടുക്കുന്നത് വേദപുസ്തകം കൃത്യമായിട്ട് പഠിക്കുവാനായി. അങ്ങനെ ഞാൻ ഭവനത്തിൽ വരുന്നു. ആരും അറിയാതെ എന്റെ വീടിനടുത്തൊരു ക്ലിനിക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാർ പോർച്ച് ക്ലിനിക്കായിട്ട് മാറ്റിയിരുന്നു. അപ്പോൾ ആ ക്ലിനിക്കിൽ പോയിരുന്ന് വേദപുസ്തകം വായിച്ച് പഠിക്കുവാൻ ആരംഭിച്ചു. അതാണ് തുടക്കം. അപ്പോൾ ഞാൻ ഒരിടത്തും പറയാത്ത ഒരു സാക്ഷ്യം വേഗത്തിൽ ഒന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു സംഭവമാണ്. ഞാൻ ഈ വേദപുസ്തകം പഠിക്കുവാൻ തീരുമാനിച്ച നിമിഷം അടുത്ത ഒരു ചിന്ത എന്നിലുണ്ടായി. ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പതിയെ മാറണം എന്നൊരു ചിന്തയുണ്ടായി. അത് വേദപുസ്തകം പഠിച്ചു വന്നപ്പോൾ ആ ചിന്ത ഭയങ്കരമായി. പക്ഷെ അതിൽ നിന്ന് മാറണം എന്ന ചിന്തയുണ്ടായി. ഞാൻ ഭവനത്തിൽ വന്ന് ഒരു 3-4 മാസം ആരും അറിയാതെ ഞാൻ ഈ വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ അൽവിൻ ജനിക്കുന്നു. അത് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് അവസാനമാണ്, ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് ഭവനത്തിൽ വന്ന് ആഷയും കുഞ്ഞുങ്ങളും TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ ഇരുന്ന് വേദപുസ്തകം പഠിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. എന്റെ ടെലഫോൺ വെച്ചിരിക്കുന്നത് ജനലിനടുത്താണ്. ഒരാഴ്ച മുൻപ്
എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ആരോ എന്നോട് പറയുന്നത് പോലെ ഈ ജനലുകൾക്കെല്ലാം മെഷ് അടിക്കണമെന്ന്. അപ്പോൾ ആ സമയത്ത് തന്നെ എന്റെ ഒരു ക്ലയന്റ് തിരുവല്ലായിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് അവരെവിടെയോ ഹാർഡ്വെയർ ഷോപ്പിൽ കയറിയപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള നെറ്റ്, നല്ല കട്ടിയുള്ള നല്ല വിലയുള്ള നെറ്റ് അവർ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടായി ഇത് ഡോക്ടർ ആൻസന് കൊടുക്കണമെന്ന്. അങ്ങനെ അവർ റോൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടിട്ടിരുന്നു. ഇതെല്ലാം ചിന്ത ഉണ്ടായതിൽ പിന്നെ ഈ ഉള്ളിൽ ചിന്ത വന്നതിൽ പിന്നെ ഒരാഴ്ച സംഭവിച്ച കാര്യമാണ്. ഞാൻ എന്ത് ചെയ്തു, പുല്ലാട്ട് പോയിട്ട് വെൽക്രോ വാങ്ങിച്ച് ഇതിൽ തയ്ച്ച് എന്നാലാവുന്ന വിധത്തിൽ ഇവിടെ വീട്ടിലെ ജനലിന്റെ എല്ലാം ഓരോ പാളിയില് ഈ നെറ്റ് അടിച്ചു. ഇത് ആ ആഴ്ച സംഭവിച്ച കാര്യമാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്ന് ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഫോൺ കോൾ വരുന്നത്. ഞാൻ ഓടിപ്പോയ ഫോൺ കോൾ എടുത്തപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 2002 എന്റെ അടുത്ത് വന്നൊരു മാനസിക രോഗിയാണ്. അദ്ദേഹം പൂർണ്ണമായിട്ട് സൗഖ്യമായി, അന്ന് സൗഖ്യമായാ പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടി. ആ സംഭവം എന്നെ വിളിച്ചറിയിക്കുവാനായിട്ട് എന്നെ വിളിക്കുക. ഓർത്ത് നോക്കി, 2007 2002 നടന്ന സംഭവം അദ്ദേഹം എന്നെ വിളിച്ചറിയിക്കുകയാണ്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ നെറ്റിക്ക് നേരെ ഒരു സ്വർണ്ണ നിറമുള്ള വലിയൊരു മൂർഖൻ പാമ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ആഞ്ഞ് കുത്തുകയാണ്. അപ്പോൾ ഈ കൊത്തു കൊള്ളുന്നത് ഈ നെറ്റിലാണ്. ഈ നെറ്റിലായിരുന്നെങ്കിൽ അത് നേരെ എന്റെ നെറ്റിക്കാണ് ഈ കൊത്തു വരുന്നത്. ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരോടും പറയാം, ഞാൻ ആ അദ്ദേഹവുമായിട്ടുള്ള സംസാരം അവസാനിപ്പിച്ച് പതിയെ ഫോൺ വെച്ചു. ആരോടും പറയാതെ അടുക്കളയിൽ പോയി കുറച്ച് ഗാർലിക് ഒക്കെ പെട്ടെന്ന് ചതച്ച് വെള്ളത്തിലാക്കിക്കൊണ്ട് ഇതിനെ നേരെ ഒഴിച്ചു. അപ്പൊ ആഷ ഇത് കണ്ടു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പുറത്തിറങ്ങിക്കോ, പാമ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയും ഒക്കെ കൊണ്ട്, ആലീസിനെ ഒക്കെ കൊണ്ട് അവർ പുറത്തിറങ്ങി. പുറത്തുപോയി ബഹളം വെച്ചപ്പോൾ ചുറ്റുപാട് നിന്ന് ധാരാളം പേര് വന്നു. എന്റെ ഒരു ഗുരുനാഥൻ എന്നെ 5 മുതൽ പഠിപ്പിച്ച, 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു സാറ് അടുത്തുണ്ട്, മുള്ളംകുടിയിലെ വർഗീസ് സാർ എന്ന് പറയും. അദ്ദേഹം ഓടി വന്നു. അദ്ദേഹം ആ കാര്യം ഏറ്റെടുത്തു. ഇപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ഈ പാമ്പ് മുകളിലൂടെ എയർ ഹോളിലൂടെ കയറി ഞങ്ങളുടെ ജനലിന്റെ ഹെൽമെറ്റിൽ വന്ന് എന്നെ തന്നെ നോക്കി ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേറെ ആരെയും വേണ്ട. ഒത്തിരി പേര് വന്നിട്ടുണ്ട് ചുറ്റുപാടും, പക്ഷെ അതിന് ആരെയും വേണ്ട, എന്നെ മാത്രം ലക്ഷ്യമാക്കി ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഏകദേശം 2-3 മാസങ്ങൾക്കകത്ത് 16 പാമ്പുകൾ വീടിനും ചുറ്റും വന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇന്നേ വരെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണ്. അങ്ങനെ ആയിട്ട് ഞാൻ കർത്താവിനോട് ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ ദിവസം എന്ന് വെച്ചാൽ ആ വർഷം ഞാനൊരു 2007 ഒരു വാക്ക് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവേ, എനിക്ക് മനസ്സിലായി ഞാൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത കുഴിയിലാണ്, എന്നെ ഇതിൽ നിന്ന് കരകയറ്റണമേ, ആമേൻ. ഈ 2 വാക്യങ്ങൾ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ആ ഡിസംബറിലാണ് ഞാൻ പോലും അറിയാതെ എന്നെ അബുദാബിയിൽ ഒരു കമ്പനിയിൽ അവിടുത്തെ എഞ്ചിനീയേഴ്സിനെ പഠിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അതുവരെ ഉള്ള സമയത്ത്, ആ ഡിസംബർ വരെയുള്ള സമയത്ത് ഈ 17 സർപ്പങ്ങൾ, പാമ്പുകൾ ഭവനത്തിന് ചുറ്റും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരിടത്തും പറയാത്തൊരു സാക്ഷ്യം ഇന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറയുക. എന്താണെന്നറിയാമോ? ഒരുവൻ രക്ഷിക്കപ്പെടുന്നതിനെ തടയുവാനായിട്ട് പിശാച് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കും എന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയാണ്. അവൻ എത്ര ശക്തമായിട്ട് ഒരുവന്റെ വിശ്വാസത്തെ, ഒരുവന്റെ രക്ഷിക്കപ്പെടലിനെ, ഒരു പാപിയുടെ രക്ഷിക്കപ്പെടലിനെ എതിർക്കുന്നു എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയാണ്. അതൊന്നും എനിക്ക് അപ്പോൾ മനസ്സിലായില്ല. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്ന 2009 അബുദാബിയിൽ വെച്ച്. 2009 ഡിസംബറിൽ രക്ഷിക്കപ്പെടുന്നു. അവിടുന്ന് ജോലി രാജിവെച്ച് നേരെ നാട്ടിലേക്ക് വരുന്നു. പിന്നെ തികച്ചും വ്യത്യസ്തനായ ഒരു പുതിയ അൻസനായിട്ടാണ്, പഴയതിന്റെ ഒരംശം പോലും ഇല്ലാത്ത ഒരു പുതിയ അൻസനായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഞാൻ ജാനുവരിയിൽ വരുന്നു. 2010 ജാനുവരി 10-ാം തീയതിയാണ് നാട്ടിലെത്തുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എന്റെ ഒരു സുഹൃത്തായ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററെ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് പെന്തക്കോസ്റ്റുകാരുമായിട്ട് ഒരു ബന്ധമുണ്ടാകുന്നത്. അപ്പോഴും ഞാൻ പെന്തക്കോസ്റ്റിനെതിരായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ആകെ അറിയാവുന്നത് കത്തോലിക്ക മാത്രമേ അറിയുള്ളായിരുന്നു. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്ന ആ സഭാ കൂട്ടായ്മയിലേക്ക് ഇനി പോവുകയില്ല എന്ന് കുറച്ച് തീരുമാനിച്ചു. അതിപ്പോ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഫെബ്രുവരി മാസത്തിൽ സ്നാനപ്പെടുവാനായിട്ട് തീരുമാനിച്ചു. സ്നാനത്തിനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായി. പക്ഷേ എന്റെയും പാസ്റ്ററിന്റെയും ജീവന ഭീഷണി ഉണ്ടായി, പ്രയാസമുണ്ടായി. അപ്പോൾ പാസ്റ്ററിന്റെ കുടുംബമൊക്കെ വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ സ്നാനം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ ഏപ്രിൽ മാസത്തില്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തില് ഞാനപ്പോൾ ആശയെയും കുഞ്ഞുങ്ങളെയും പള്ളിയിൽ കൊണ്ടുപോയി ഞായറാഴ്ച ഞാൻ തിരിച്ചു വന്നിട്ട് എന്റെ മുറിയില്, ഞാൻ ഈ പറഞ്ഞ ക്ലിനിക്കില്
മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കണം എന്നും അറിയില്ല, ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കും. ഇതായിരുന്നു ആ സമയത്തെ രീതി. എന്നിട്ട് അത് കഴിഞ്ഞ് അവരെ പോയി തിരിച്ചുകൊണ്ട് അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സമാധാനവും എന്തോ ഒരു ഭയങ്കര ശാന്തതയും ഒക്കെ അനുഭവിച്ചു, എന്റെ ശരീരത്തിൽ മനസ്സിലൊക്കെ. പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് മലയാളത്തിലല്ല, വേറെ ഏതോ ഒരു ഭാഷയിലാണ്. എന്റെ നാവിലൂടെ വരുന്ന വേറൊരു ഭാഷ, 2-3 പദങ്ങളെ ഉള്ളൂ. ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് അന്യഭാഷ എന്തൊന്നും അറിയില്ല. ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം ഒന്നും എനിക്ക് അന്ന് അറിയില്ല. അതേക്കുറിച്ച് ഒരു വിവരം പോലും എനിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനത് എന്റെ ബൈബിൾ എഴുതിയിട്ട് ആ പറഞ്ഞ വാക്കുകളൊക്കെ. അപ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിൽ എന്നോട് ആരോ പറയുന്നതായിട്ട്, ഇത് നിന്റെ കർത്താവ് സംസാരിച്ച അരമായ ഭാഷയാണ്, ഇതാരോടും പറയരുത്, രഹസ്യമാക്കി വെക്കുക, തക്ക സമയത്ത് ഞാനത് വെളിപ്പെടുത്താം എന്നൊക്കെയുള്ള ഒരു ബോധ്യം എന്റെ ഉള്ളിൽ വരികയാണ്. അതുകൊണ്ട് ഞാനിത് ആരോടും പറയാതെ, എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പദങ്ങൾ കൂടി വന്നു. ഓരോ പദങ്ങൾ കൂടി 10 15 പിന്നീട് അങ്ങോട്ട് സാധാരണ നമ്മൾ ഇപ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് പോലെ അത് വിവിധ ഭാഷകളായി. പിന്നീട് സാഹചര്യങ്ങൾ അനുസരിച്ച് ഭാഷകൾ മാറി വരുന്നത് എനിക്ക് അറിയുവാൻ സാധിച്ചു. ഹെബ്രായ ഭാഷ, ഹീബ്രു ഭാഷ വരുവാൻ തുടങ്ങി. അറബിക് ഭാഷകൾ എന്നുവെച്ചാൽ സെമറ്റിക് ലാംഗ്വേജസ് വരുവാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ പോലും ആരും അറിയാതെ അങ്ങനെ അത് മുന്നോട്ട് പോയി. ഞാൻ ജലത്തിൽ സ്നാനപ്പെടുന്നത് ഒരു പ്രവചനം കേട്ട് വഴിയിലൂടെ റോഡിലൂടെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ എന്നെ റോഡിൽ തടഞ്ഞു നിർത്തി ഒരു പ്രവാചകൻ എന്റെ നേരെ വന്ന് ആക്രോശിച്ചുകൊണ്ട്, നീ ഇതുവരെ സ്നാനപ്പെടാതെ മുങ്ങി നടക്കുക, പോയി സ്നാനപ്പെട എന്ന് പറഞ്ഞ, നിന്നെ എന്റെ വേലക്കാടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ, ഞാനിത് പലത് പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടുന്നത്, ജലത്തിൽ സ്നാനപ്പെടുന്നത്. അത് സെപ്റ്റംബർ മാസത്തില് 2010 സെപ്റ്റംബർ 21-ാം തീയതി അന്ന് ലോക സമാധാന ദിനമായിരുന്നു. അന്നാണ് സ്നാനപ്പെടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിലേക്ക്, ഞാൻ പറഞ്ഞ ഏപ്രിലാണല്ലോ, മെയ് മാസത്തിലേക്ക് വന്നപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായി. അൽവിൻ അന്ന് ഏകദേശം ഒരു 2.5 വയസ്സുണ്ട് അൽവിൻ ഏകദേശം. അൽവിന്റെ ശരീരത്ത് മുഴുവൻ തീപ്പൊള്ളൽ കരപ്പൻ എന്നുള്ള ഒരു രോഗം, ഒരു ഹെർപ്പിസ് രോഗമാണ്. ആ രോഗം വന്നാൽ രക്ഷപ്പെടുന്ന കുഞ്ഞുങ്ങൾ വളരെ ചുരുക്കമാണ്. കാരണം അതിൽ തന്നെ മരിക്കുകയുള്ളൂ. അത് ശ്വാസകോശത്തെ ബാധിക്കും, ശ്വാസതടസ്സം ഉണ്ടാകും, അങ്ങനെ കുഞ്ഞ് മരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിന് ഒരു മരുന്നുമില്ല. അപ്പോൾ അൽവിന് ഈ രോഗം വരികയാണ്. അപ്പോൾ തന്നെ എല്ലായിടത്തും സംസാരമായി, ഇത് പള്ളി വിട്ടു പോയത് കൊണ്ട് മാതാവിന്റെ കോപമാണ് എന്നൊക്കെയുള്ള, ശാപമാണ് എന്നൊക്കെയുള്ള വലിയ സംസാരങ്ങൾ ഉണ്ടായി. പക്ഷേ ദൈവകൃപയാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അന്ന് ആശയും കുഞ്ഞും ആലിസൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവര് പള്ളിയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ എന്ത് ചെയ്തു, എന്നാലാവുന്ന മരുന്നുകളൊക്കെ നോക്കി, ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ശ്വാസത്തിന് പ്രശ്നമുണ്ടായി. അങ്ങനെ കോഴഞ്ചേരി ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ആൽവിനെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഹൈ ഡോസ് കോക്ടെയിൽ ആന്റിബയോട്ടിക്, ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ല, ഹൈ ഡോസ് കോക്ടെയിൽ ആന്റിബയോട്ടിക്സ് ഇഞ്ചക്ട് ചെയ്തു. അവിടെ ഒരാഴ്ചയോടെ കിടന്നു. 2 കൈയും നീര് വെച്ച് വ്രണമായതല്ലാതെ ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ മരണമാണ്, വേറെ അതിന് മുമ്പിൽ വേറൊന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുവാനെന്നുള്ള ചിന്ത വരുന്നില്ല, കാരണം അത് അറിയില്ലല്ലോ, നിങ്ങളുടെ കാര്യമൊന്നും അറിയില്ല. കുഞ്ഞ് അങ്ങനെ കിടക്കുന്നു. ഒരു ദിവസം രാത്രി നല്ല ഉറക്കത്തില്, ഏകദേശം രാത്രി ഒരു 2 മണിയായി കാണും, അതിഭയങ്കരമായ ശ്വാസം മുട്ടല്, കുഞ്ഞിന്റെ ശ്വാസം മുട്ടൽ കേട്ട് ഞാൻ ഉണരുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇരുട്ടിലാണ്, ലൈറ്റ് ഇട്ടിട്ടില്ല. അൽവിൻ മരിക്കാൻ തുടങ്ങുകയാണ്, ശ്വാസം വലിച്ചു വിടുകയാണ് അതിഭയങ്കരമായിട്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് എന്നോട് ആരോ പറയുകയാണ്, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ യേശുവിന്റെ രക്തം പറയുന്ന നിമിഷം അൽവിന്റെ ശ്വാസം നേരെയായി. ഞാൻ കണ്ടത് വ്യക്തമായിട്ട് കാണുകയാണ്, ഒരു 6 അടിയോളം ഉയരമുള്ള കനം കുറഞ്ഞ കഷണ്ടിത്തലയായ കരിമഷി വാരി തേച്ച ഒരു മനുഷ്യൻ, നഗ്നനാ മനുഷ്യൻ, അൽവിന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി അൽവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഞാൻ യേശുവിന്റെ രക്തമെന്ന് പറഞ്ഞ നിമിഷം ഇത് അൽവിനെ വിട്ടിട്ട് എന്റെ നേരെയായി. അപ്പോൾ അൽവിൻ പെട്ടെന്ന് ശരിയായി, അൽവിൻ ഉറങ്ങാൻ തുടങ്ങി. ഞാൻ ഈ യേശുവിന്റെ രക്തം മാത്രം പറഞ്ഞ് മൽപ്പിടുത്തം നടത്തുക. 2 കൈയും എന്നുവെച്ചാൽ നമ്മള് ഇത് നടത്തുമല്ലോ, ഗുസ്തി ചെയ്യുമല്ലോ, അതുപോലെ ശക്തമായിട്ട്, അത് ഭയങ്കര ശക്തിയാണ് അതിന്, എന്നെ തള്ളിയിടാൻ ശ്രമിക്കുക. ഞാൻ യേശുവിന്റെ രക്തം മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബഹളം കേട്ട് ആശ എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്യുന്നു. അപ്പോൾ ആശ കാണുന്നത് ഞാൻ ഇങ്ങനെ ഗുസ്തി നടത്തുന്നത്. അപ്പോൾ മോൻ ഉറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഗുസ്തി ചെയ്ത് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരുന്നു.
ആശയം എഴുന്നിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പതിയെ ഇതിന്റെ ശക്തി ക്ഷയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടിട്ട് ഇത് ഭയങ്കര ദൂരെ കൂടിപ്പോയി. അൽവിൻ പൂർണ്ണ സൗഖ്യമായി ഉറങ്ങി. ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തെ എല്ലാ പാടുകളും വന്ന് ഇപ്പോഴും ശരീരത്ത് ആ പാടുകളുണ്ട്. ആ കറുപ്പൻ വന്നതിന്റെ പാട് ഇപ്പോഴും അൽവിന്റെ ശരീരത്തുണ്ട്. ഈ നിമിഷം വരെ കർത്താവിന്റെ കൃപയാൽ അന്ന് ലഭിച്ചതായ ആ അത്ഭുത രോഗസൗഖ്യം ഇപ്പോഴും അൽവിനെ ബലത്തോടെ, നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, അൽവിനെ നടത്തുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്. ആ ഒരു അത്ഭുത രോഗശാന്തി എന്റെ വിശ്വാസം 10,000 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ, മാത്രമല്ല ആശയിലും വിശ്വാസം ഉണ്ടാക്കുവാൻ, അങ്ങനെ ആലീസിലും വിശ്വാസം ഉണ്ടാക്കുവാൻ, അവർ ഒരുമിച്ച് കുടുംബമായിട്ട് ആ വർഷം തന്നെ ഡിസംബറിൽ ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തു രക്ഷിക്കപ്പെടുവാൻ ഇടയായ ഒരു വലിയ രോഗസൗഖ്യമാണ്. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ആ ബലത്തിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് എനിക്കൊന്നും നോക്കേണ്ടി വന്നില്ല. വേറെ എന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് വളരെ വളരെ പേര് ശ്രമിച്ചു. എന്റെ വളരെ പ്രിയപ്പെട്ടവര് അവർ നിരന്തരമായി വീട്ടിൽ വരികയും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയും പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ ഞാൻ വളരെ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വരുന്നവരോടൊക്കെ വേദപുസ്തകം കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ സത്യം മനസ്സിലാക്കി, സത്യം എന്നെ സ്വതന്ത്രനാക്കി, ഇനിയും അടിമനോഹത്തിൽ കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാനിപ്പോൾ പാടിയതായ, നിങ്ങളും ഇന്ന് രാവിലെ പാടിയതായ പാട്ട് ചേറ്റിലല്ലയോ കിടന്നത് ഓർത്ത് നോക്കിയാൽ, യഥാർത്ഥത്തിൽ എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പ്രിയ മക്കൾക്ക്, നിങ്ങളൊക്കെ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിധത്തിലും ഞങ്ങളൊക്കെ ജീവിച്ചതുപോലെയുള്ള ആ അഴുക്ക് ചേറ്റിൽ കിടക്കേണ്ടി വന്നിട്ടില്ല, അതെ ആ പാപക്കുഴിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നെ പോലെ വിവിധ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉള്ള പ്രവൃത്തികൾ ചെയ്ത് ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് സകലവിധ പാപങ്ങളിലും പെട്ട് എല്ലാം മ്ലേച്ഛകരമായ വിധത്തിലും ജീവിച്ച എന്നെ പോലെ പിൽക്കാലത്ത് ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ആ പാട്ട് വളരെ അർത്ഥവത്താണ്. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. കിടന്നത് ചേറ്റിലാണ്, പക്ഷെ അറിഞ്ഞില്ല. കാരണം സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനം, എവിടെ ചെന്നാലും ഒരു സ്റ്റേജ് ഉണ്ട്, എവിടെ ചെന്നാലും ഒരു കസേരയുണ്ട്, എവിടെ ചെന്നാലും പ്രസംഗിക്കുവാൻ അവസരമുണ്ട്. ആ നിലയിൽ എവിടെ ചെന്നാലും കാല് തൊട്ട് വണങ്ങുവാൻ ഭക്തരുണ്ട്. സമൂഹത്തിലെ വലിയ ഉന്നതര് മുന്നിൽ വന്ന് സാഷ്ടാംഗം വീഴുന്ന ഒരവസ്ഥ ഓർത്തു നോക്കിയേ. അതൊക്കെ നോക്കുമ്പോൾ സമൂഹത്തിൽ വളരെ ഉന്നത നിലയിൽ ഉള്ള ജീവിത നിലവാരമാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു ചേറ്റുകുഴി ആയിരുന്നെന്ന് അറിഞ്ഞില്ല. അത് ചേറ്റുകുഴി ആയിരുന്നു എന്ന് അറിഞ്ഞത് യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ്. ഞാൻ യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ആ നിമിഷം തന്നെ എന്നിലുണ്ടായിരുന്ന കഴിവുകളും, എന്ന് വെച്ചാൽ ആക്യുറേറ്റ് ഉള്ള ആ പ്രവചനവും രോഗശാന്തിയും അതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങളാണ് കേട്ടോ. ഞാൻ എന്റെ സാക്ഷ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാക്ഷ്യങ്ങളിൽ പറയാത്തൊരു അത്ഭുതം പറയാം. ഞാൻ മഴ പെയ്യിക്കുകയും മഴ നിർത്തുകയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമായിരുന്നു. ഈ യുക്തിവാദികൾ വരുമായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമായിരുന്നു. ഉച്ചയ്ക്ക് നല്ല വെയിലുള്ളപ്പോൾ ആകാശത്തോട്ട് കൈ കാണിച്ച് മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യുമായിരുന്നു, മഴ പെട്ടെന്ന് ചാറുമായിരുന്നു, മഴ നിൽക്കുമായിരുന്നു. ഞാൻ പറയുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മഴ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ലെവലിലേക്കുള്ള അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട നിമിഷം ഈ സിദ്ധികൾ, ഈ കഴിവുകൾ എല്ലാം എന്നെ വിട്ട് ഓടിയെന്നുള്ളതാണ്. മാനസാന്തരപ്പെട്ട ശേഷം യേശുവിന്റെ നാമം ഓർത്തു നോക്കിയാൽ, ഞാൻ മുൻപും എടുത്തിരുന്നത്, എന്റെ 42 വയസ്സുവരെയും ഞാൻ വിളിച്ചിരുന്നത് യേശുവിനെയാണ്. യേശുവെ രക്ഷിക്കണമേ, യേശുവെ സഹായിക്കണമേ, യേശുവെ സൗഖ്യമാക്കണം, ഇതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ 42-ാം വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ട ശേഷം യേശുവെ എന്ന നാമം എടുത്ത നിമിഷം എന്നിലുണ്ടായിരുന്ന മുൻപ് പറഞ്ഞ എല്ലാ കഴിവുകളും ഓടിപ്പോയി. എനിക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെട്ടു. എന്റെ ശരീരത്തിൽ നിന്ന് ധാരാളം ഭാരം വിട്ടുപോയി. ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് കാറ്റിൽ തട്ടുന്നത് പോലെയായിരുന്നു എന്റെ അവസ്ഥ. അപ്പൂപ്പൻ താടി പോലെയായിരുന്നു എന്റെ അവസ്ഥ. സ്തോത്രം. എല്ലാം വിട്ടുപോയി. ഞാൻ പഠിച്ചു വെച്ചിരുന്ന സംസ്കൃത ശ്ലോകങ്ങൾ മറന്നുപോയി നിമിഷ നേരം കൊണ്ട്. ഞാൻ പഠിച്ചു വെച്ചിരുന്ന അറബിക് സൂക്തങ്ങൾ മറന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അതിൽ പിന്നെ മലയാളം മാത്രം പറയുവാൻ ആരംഭിച്ചു. ഞാൻ 18-ാം വയസ്സിൽ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയ ആളാണ്. അതിൽ പിന്നെ മലയാളം അധികം സംസാരിച്ചിട്ടുള്ള, ഹിന്ദിയും ഇംഗ്ലീഷുമായിരുന്നു സംസാര ഭാഷ. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട നിമിഷം ആ മാതൃഭാഷയിലേക്ക് വന്നു എന്നുള്ളതാ. ഞാൻ പിന്നീട് അങ്ങോട്ട് എന്റെ പ്രസംഗവും സംസാരവും എഴുത്തും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മലയാളത്തിലാണ്. എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നല്ലപോലെ വഴങ്ങും, തമിഴും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. പക്ഷെ ഞാൻ കൂടുതലും ചെയ്യുന്നത് എന്റെ മാതൃഭാഷ മലയാളത്തിലാണ്. സ്തോത്രം.
അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത് അന്യഭാഷ ഭാഷണമാണ്. ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാനത് പരസ്യമായിട്ട് സംസാരിക്കാറില്ല, സോഷ്യൽ മീഡിയയിലൂടെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ സംസാരം ഒന്ന് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച് ഞങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കുവാനാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ പറയാതെ നിർത്തുന്നത് ശരിയല്ല. 2021 ഫേസ്ബുക്കിൽ ഞാനൊരു ദേവദാസനുമായി പരിചയപ്പെട്ടു. തൃശ്ശൂർക്കാരൻ പാസ്റ്റർ സുരേഷ് എന്ന് പറയും. ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം അരമായ പലതരത്തിലുള്ള ഏകദേശം 3 തരത്തിലുള്ള അരമായ ഭാഷകൾ എന്ന് വെച്ചാൽ 3 പ്രദേശങ്ങളിൽ അന്ന് യേശുവിന്റെ കാലത്ത് സംസാരിച്ചിരുന്ന അരമായ ഭാഷകൾ, ഹീബ്രു ഭാഷ, അറബിക് ഭാഷ, ഈ 3 ഭാഷകളിലും പഠിച്ച്, അദ്ദേഹത്തിന് അന്യഭാഷയായി കിട്ടിയതല്ല, അദ്ദേഹം പഠിച്ചു. ചെറുപ്പം മുതലേ അദ്ദേഹം പഠിച്ച് അതിൽ പാണ്ഡിത്യം ഉള്ള, ഇന്ന് ഹെബ്രായ ഭാഷ തൃശ്ശൂര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസൻ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം 2010 നടന്നിരുന്നു. ഞാൻ ഇതുവരെ ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ രഹസ്യ ജീവിതത്തിൽ അന്യഭാഷകളിലാണ്, കർത്താവ് തന്നിരിക്കുന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് സാധിക്കുമെങ്കിൽ, പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ സ്ലോട്ട് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഈ അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഏകദേശം അറിയാം, അതിന്റെ അർത്ഥം എനിക്കറിയാം, ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് ഏകദേശം. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ ആയി ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ട്, വോയിസ് റെക്കോർഡ് ഓൺ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് അതിന്റെ അർത്ഥം ഏകദേശം മനസ്സിലായി. ഞാൻ ഒരു ചെറിയ സ്ലോട്ട് കട്ട് ചെയ്ത് ഈ ദേവദാസന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. ഉടനെ തന്നെ അദ്ദേഹം തിരിച്ച് എന്നോട് പറയുകയാണ്, ഇത് കാൽദിയൻ അരമായിക് ഡയലക്റ്റ് ആണ്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് കൽദായ പ്രദേശങ്ങളില് സംസാരിച്ചിരുന്ന അരമായ ഡയലക്റ്റ് ആണെന്ന്. അതിന്റെ അർത്ഥവും അദ്ദേഹം പറഞ്ഞു തന്നു. സ്വർഗത്തിൽ നിന്നും ദൂതന്മാരിറങ്ങുന്നു, വെളിച്ചം പരക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ അത് തന്നെ എനിക്കന്ന് ലഭിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിൽ ഞാൻ സ്നാനമേറ്റിട്ട് ഞാൻ എന്റെ നാവിലൂടെ ഞാൻ പോലും അറിയാതെ വന്ന് അപ്പോൾ തന്നെ എന്റെ ഉള്ളിൽ എനിക്ക് ബോധ്യം തോന്നി ഇത് അരമായ ഭാഷയാണ് എന്ന് ബോധ്യം തന്ന ആ ഒരു ബോധ്യം ഏകദേശം എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 11-12 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദേവദാസനിലൂടെ ഉറപ്പ് ലഭിക്കുകയാണ്, അതേക്കുറിച്ചുള്ള ഉറപ്പ്. സ്തോത്രം. അന്ന് അതിൽ പിന്നാണ് ഞാൻ ഈ അന്യഭാഷകളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അതേക്കുറിച്ച് വീഡിയോകൾ ചെയ്യുവാനും ബൈബിൾ ക്ലാസ്സുകൾ ചെയ്യുവാനും ഇടയായി. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നതായ മിറാക്കുലസ് ഹീലിംഗിന്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനത്തെയും കുറിച്ചുള്ള ടെസ്റ്റിമണി ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. ഇത്രയും സമയം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാകണം. സ്തോത്രം. അതുപോലെ നിങ്ങൾക്കും സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കണം മറ്റുള്ളവരുമായിട്ട്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തെക്കപ്പള്ളി നാട്ടിലെ സുവിശേഷകന്റെ കഥ നിങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് അവനോട് പറയുകയാണ്, ദൈവം നിനക്ക് ചെയ്ത നന്മകളെ ആ ദേശത്ത് ചെന്ന് പ്രസിദ്ധമാക്കുക എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം നമുക്ക് ചെയ്ത നന്മകളെ നമ്മൾ പ്രസിദ്ധമാക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കണം. ചില സഭാ സമൂഹങ്ങള് അതിനെ വിലക്കുന്നുണ്ട്. സാക്ഷ്യം പറയുവാൻ പാടില്ല, അത് ഒരുവന്റെ മാത്രം അനുഭവമാണ്, അത് സഭയിലോ സമൂഹത്തിലോ പറയുവാൻ പാടില്ല എന്ന് വിലക്കുന്ന ചില ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. പക്ഷെ വിശുദ്ധ വചനം വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ പരസ്യമായി പങ്കുവയ്ക്കണം. അതിന് ആർക്കെങ്കിലും വൈമുഖ്യമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അവരുടെ വൈമുഖ്യം മാറ്റിയിട്ട് അവരുടെ സാക്ഷ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുവാനോ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ഇടയാക്കുമാറ് കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം.